ജാസ് കൊറേ ദിവസമായി ഇതിനെ റിപ്ലൈ കൊടുക്കാൻ വിളിക്കണം. എത്ര വേള എനിക്ക് പറയുള്ളത്? എന്ത് ഒരാള് കഷണ്ടിയായി മറ്റൊരാളുടെ മുടിയും നരച്ചു. ഞാൻ പറയട്ടെ, ഇജെന്നും 18-ാം ബാല്യക്കാരനാ? അഞ്ചു ഭാഗ്യേ അല്ലേ? ആരാണ് പറഞ്ഞത്? പറഞ്ഞേ ഒരു മുസ്ലിം ചങ്ങായിയാണല്ലോ അത്. നാസർ MB. നാസർ ഞാൻ ഓന്റെ ഇത് നോക്കി, ഓന്റെ ആ ഫോട്ടോസൊക്കെ ഞാൻ നോക്കി. അത് പെയിന്റ് അടിച്ച് നടക്കുക, തലയും മീശയൊക്കെ. ഞങ്ങളെ കുറ്റം പറയണേജി ആദ്യം എന്റെ പെയിന്റിങ് ഒഴിവാക്കി, എന്നിട്ട് പിന്നെ മര്യാദക്ക് വാ ഞങ്ങളെ മുന്നിലേക്ക്. എന്നിട്ട് പെയിന്റ് അടിച്ച് ഞാനും മൊട്ടായിനെങ്കിൽ കഷണ്ടി അതിന് എനിക്ക് എന്ത് തേങ്ങ, ഇവള് നരച്ചിനെങ്കിൽ എനിക്കെത്താ. ഇത് എന്റെ പെണ്ണുങ്ങള് എന്റെ പെരക്കാരെ നോക്ക്, ഓല് നരച്ചിണോന്ന് പാളി വെക്കി നടന്നു കേട്ടോ. ഓൽക്ക് ഓൽക്ക് നരച്ചിനെങ്കിൽ ഇജ്ജ് കർപ്പിച്ച് കൊടുക്ക്, അത് ഫാൻസിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ. ഞങ്ങൾ അങ്ങനെ ചെയ്യണില്ല കേട്ടോ. ഇവിടെ ഇന്ന പറയലേ കഷണ്ടിയാണ്, എനിക്ക് എന്ത് തേങ്ങടാ, ഞാൻ കഷണ്ടി ആയി നിയന്ത്രിച്ചിട്ട് ഇന്ന പൊന്നാര നാസറേ. കണ്ട പെണ്ണുങ്ങളെ കാര്യം നോക്കി നടക്കണ നേരം പെരയില് ചോറും കൂട്ടാനും വെച്ചണോന്നൊന്ന് പോയോ കൊണ്ടിട്ടോ. കണ്ടോലെ മുടി നരച്ചണോ? പെണ്ണുങ്ങളെ മുടി നരച്ചിനെങ്കിൽ ഇത് കർപ്പിച്ചെടുത്തുണ്ടാവുമല്ലോ അല്ലേ? ഞങ്ങളത് നോക്കി നടക്കണ്ട കേട്ടോ. ഞങ്ങളെ മുടി നരച്ചിണോ അല്ലെ ഞാൻ കഷണ്ടി ആയിനോ എന്നൊക്കെ ഇച്ചല്ല നോക്കല്. ഇതേ സംഘല്ല, ഇത് സംഘല്ല, ജാസ്വാണ്. അപ്പൊ മര്യാദക്ക് നിന്നാല് നമുക്ക് എല്ലാവർക്കും മര്യാദക്ക് നിൽക്കാം. ജാസുവിനെ പറഞ്ഞ എവിടെ ഉള്ളറിയില്ല കൊറേ നടക്കണേ അല്ലെ, അത്ര പ്രായം ഉണ്ടല്ലോ. എന്നിട്ട് എന്താ മുടി അതിൽ കറുപ്പിച്ച് നടക്കണേ? അനക്ക് എന്റെ പേരിൽ ചോറും കൂട്ടാനും വെച്ചണോന്ന് നോക്കി നടന്നാ പോലെ. കണ്ടോരെ കമന്റ് ബോക്സിൽ വന്നാണ് ഇമ്മാര് കമന്റ് ഒക്കെ ഇടാൻ നിക്കണടാ. അതന്നെ എന്തിനാ പെരയെ കിടക്കണോലെ പറയിപ്പിക്കാൻ നിക്കണേ? നമുക്ക് എന്റെ കാര്യം നോക്കി നടന്നാ പോരെ. എന്നെ പോലെ ഒരു പണിയില്ലാത്തോലും ഇതേപോലെ കമന്റ് ബോക്സ് പോയാലും ചൊറിയാൻ നടക്കണം. അപ്പൊ നമുക്ക് കിട്ടണ്ട കിട്ടി വയറ്. വീട്ടുകാര് നരച്ചിണെങ്കിൽ, എന്റെ പെണ്ണുങ്ങളും നരച്ചിണെങ്കിൽ പോയാട്ട്